ആശുപത്രിയിൽ വ്യാപിച്ച ഇരുട്ടിനിടയിലും ഒരു കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീ രൂപം നിന്ന് ചിരിക്കുന്നത് ജോഷിയും ദീപുവും മാത്രം കണ്ടു. പെട്ടെന്ന് തന്നെ അവിടെ പ്രകാശം പരക്കുകയും നേഴ്സ് വന്ന് പ്രിയയ്ക്ക് ബോധം തെളിഞ്ഞ കാര്യം പറയുകയും ചെയ്തു. ദീപു പെട്ടെന്ന് ICUവിലേക്ക് ഓടി എന്താണ് സംഭവിച്ചതെന്ന് പ്രിയോടായി ചോദിച്ചു. ഒരു കറുത്ത സാരി ധരിച്ച സ്ത്രീ രൂപം തന്നെ രാത്രി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പ്രിയ പറഞ്ഞു. എന്തിനാണ് ദീപുവേട്ട അവൾക്ക് നിങ്ങളോട് ഇത്ര ദേഷ്യമെന്നും നിങ്ങൾ അവളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും അവൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ കേട്ട ദീപു ആകെ അസ്വസ്ഥനായി പുറത്തിറങ്ങി ജോഷിയോട് എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ലെന്നും ആനിയാണ് ആ കറുത്ത വസ്ത്രം ധരിച്ച സ്ത്രീയെങ്കിൽ അവൾക്ക് എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യമെന്നും അവൾ ആരോടോ ഒപ്പം നാട് വിട്ടു എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ അമ്മാവന്റെ മകളായ പ്രിയയെ കല്യാണം കഴിച്ചതെന്നും എന്നൊക്കെ അവൻ വെറുതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊക്കെ കേട്ട ജോഷി അവനെ സമാധാനിപ്പിച്ചു. നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കാമെന്നും 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ റീയൂണിയൻ അല്ലേ എന്നും പണ്ട് നമ്മുടെ കൂടെ പഠിച്ച ആദർശ് ഇപ്പോൾ ഒരു മനഃശാസ്ത്രജ്ഞനാണെന്നും അവൻ ഇപ്പോൾ അമാനുഷികമായ ശക്തികളെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുകയാണെന്നും അവൻ ഒരു പക്ഷേ നമ്മളെ സഹായിക്കാനാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് ജോഷി ദീപുവിനോട് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയയുടെ അച്ഛനും അമ്മയും ഇടയിലേക്ക് കയറി വന്നു. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് പ്രിയയുടെ അച്ഛൻ ചോദിച്ചപ്പോൾ ജോഷി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട അയാൾ ചിരിച്ചുകൊണ്ട് നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് ആദ്യം ഓർക്കണമെന്നും ആ പെണ്ണ് ആരുടെയോ കൂടെ ഒളിച്ചോടിയെന്ന് അന്നേ അറിഞ്ഞതല്ലേ എന്നും ഇനി അവളെക്കുറിച്ച് അന്വേഷിക്കാൻ പോയാൽ നിങ്ങൾക്കാണ് നാണക്കേടെന്നും ഈ വിഷയം ഇവിടെ കളഞ്ഞിരിക്കണമെന്നും അയാൾ പറഞ്ഞു. അപ്പോഴേക്കും ആശുപത്രി മൊത്തവും ഒരു കാറ്റ് വീശാൻ തുടങ്ങി. അയാൾ ആ കാറ്റിൽ പെട്ടെന്ന് താഴേക്ക് പതിച്ചു. അപ്പോഴേക്കും ആശുപത്രിയിൽ നിന്ന് ഒരു പൊട്ടിച്ചിരി കേട്ടു. ഈ കഥ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.